നമസ്കാരം. ഗീബൽസ് ഹിറ്റ്ലറുടെ ആത്മകഥ വായിക്കാനായി കയ്യിലെടുത്തു. ആത്മകഥയിലൂടെ കടന്നുപോയ ഗീബൽസ് ഒരു വല്ലാത്ത ഭാവത്തോടെയാണ് ഹിറ്റ്ലർ നോക്കിക്കാണുന്നത്. ഹിറ്റ്ലർ സത്യത്തിൽ യേശുക്രിസ്തുവിന്റെ അവതാരമാണോ അതോ സാക്ഷാൽ അലക്സാണ്ടർ തന്നെയാണോ? അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് ഗീബൽസിന്റെ മനസ്സിലേക്ക് വരുന്നത്. അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചും നാസി പാർട്ടിയെ കുറിച്ചും ഗീബൽസ് പലതവണ പലരുന്നായി കേട്ടിട്ടുണ്ട്. നാസി പാർട്ടിയിലെ മെമ്പർ കൂടിയാണ് ഗീബൽസ്. പക്ഷേ നാസി പാർട്ടിയുടെ ബൈലോ എന്ന് വിളിക്കാവുന്ന ഹിറ്റ്ലറുടെ ആത്മകഥ ആദ്യമായിട്ടാണ് ഗീബൽസ് വായിക്കുന്നത്. ആ വായനയാണ് നാസി പാർട്ടി എന്താണ് എന്നൊരു ബോധം ഗീബൽസിൽ ഉണ്ടാക്കുന്നത്. ഗീബൽസ് പല ആവർത്തി മെയിൻ കാഫ് വായിക്കുകയാണ്. ശരിക്കും ഒരു ആവേശമാണ് ഗീബൽസിൽ ആ വായന ഉണ്ടാക്കിയത്. അതേ സമയത്ത് ഗ്രെഗർ സ്ട്രോസർ നാസി പാർട്ടി ജർമ്മനിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു പുതിയ ആശയവും ഗ്രെഗർ സ്ട്രോസറുടെ മനസ്സിൽ രൂപം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ആശയം ഗീബൽസും സ്ട്രോസറും എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ജർമ്മനിയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ദേശസാൽക്കരിക്കുക എന്നുള്ളതാണ് സ്ട്രോസറുടെയും ഗീബൽസിന്റെയും പ്രധാന ആശയം. സോഷ്യലിസം, അതാണ് അവരുടെ ലക്ഷ്യം. സോഷ്യലിസം ആദ്യം കൊണ്ടുവരാൻ ശ്രമിച്ചത് സോവിയറ്റ് യൂണിയനിലാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനി സോവിയറ്റ് റഷ്യയെ സുഹൃത്ത് രാജ്യമാക്കി മാറ്റണം, അതാണ് സ്ട്രോസറുടെയും ഗീബൽസിന്റെയും അഭിപ്രായം. അതുപോലെ തന്നെ അവരുടെ മനസ്സിനെ ഉലയ്ക്കുന്ന മറ്റൊരു കാര്യം, ജർമ്മനിയിൽ കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്വത്തുവകകളാണ്. ആ സ്വത്തുവകകളൊക്കെ കണ്ടുകെട്ടണം. ഇതും സ്ട്രോസറുടെയും ഗീബൽസിന്റെയും മനസ്സിൽ വിരിഞ്ഞ ആശയമാണ്. പക്ഷേ ഈ ആശയം നാസി പാർട്ടിയുടെ ആശയമായി കൺവേർട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതിന്റെ പ്രധാന കാരണം മ്യൂണിക്ക് ബേസ് ചെയ്തിട്ടുള്ള നാസി പാർട്ടിയിലെ സംഘാടകരാണ്. മ്യൂണിക്കിലാണ് നാസി പാർട്ടി രൂപം കൊണ്ടത്. സ്വാഭാവികമായും മ്യൂണിക്കിലുള്ള ആളുകൾ വൻതോതിൽ ഹിറ്റ്ലറെ സ്വാധീനിക്കുന്നുണ്ട്. ഹിറ്റ്ലറെ അവരുടെ സ്വാധീനത്തിൽ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞാൽ ഉറപ്പായും നാസി പാർട്ടിയുടെ ചിന്താഗതികളെ മാറ്റിമറിക്കുവാൻ തങ്ങൾക്ക് പറ്റുമെന്ന് ഗീബൽസും സ്ട്രോസറും ഉറച്ചു വിശ്വസിക്കുകയാണ്. ജർമ്മനിയുടെ വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ നാസി പാർട്ടിയുടെ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് ധാരാളം ക്ലാസുകൾ ഗ്രെഗർ സ്ട്രോസറും ഗീബൽസും എടുക്കുന്നുണ്ട്. ആ ക്ലാസുകളിൽ അവർ അനുയായികളെ ധരിപ്പിക്കുന്നതും സോവിയറ്റ് റഷ്യയിൽ നടപ്പിലാക്കിയിരിക്കുന്ന സോഷ്യലിസത്തിന്റെ ശൈലിയിൽ ജർമ്മനിയിലും സോഷ്യലിസം നടപ്പിലാക്കണമെന്നാണ്. പൊതുമേഖലയുടെ വളർച്ചയാണ് അവർ രണ്ടുപേരും വിഭാവന ചെയ്യുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ വേണ്ട, സകലതിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാകണം. ഈ ഒരു ചിന്ത സകല യൂണിറ്റുകളിലും ഗീബൽസും സ്ട്രോസറും കുത്തിവെക്കുകയാണ്. ആ ചിന്ത ജർമ്മനിയുടെ തെക്കൻ ഭാഗത്തുള്ള മ്യൂണിക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരൊരു മീറ്റിംഗ് വിളിക്കുകയാണ്. നോർത്ത് വെസ്റ്റേൺ സൈഡിലുള്ള ആളുകളുടെ മീറ്റിംഗ് ആണ് വിളിച്ചിരിക്കുന്നത്. ആ മീറ്റിംഗിൽ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യണം. ആ സ്ട്രാറ്റജി ജർമ്മനിയുടെ മറ്റു മേഖലകളിലും കൊണ്ടുപോകണം. ഇതാണ് സ്ട്രോസറുടെയും ഗീബൽസിന്റെയും ആശയം എന്ന് പറയുന്നത്. ആ മീറ്റിംഗിൽ ഒരു അതിഥി കൂടി പങ്കെടുക്കുന്നു. മ്യൂണിക്കിൽ നിന്നുള്ള ഗോഡ്ഫ്രൈഡ് ഫെഡർ ആണ് പങ്കെടുക്കുന്നത്. ഹിറ്റ്ലറുടെ വലം കൈയാണ് ഗോഡ്ഫ്രൈഡ് ഫെഡർ. 1926 ജനുവരി 24 വടക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുടെ മീറ്റിംഗ് സ്ട്രോസറും ഗീബൽസും കൂടി വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. ആ മീറ്റിംഗിൽ നാസി പാർട്ടിയുടെ 25 പരിപാടികളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് വിശദമായ ഒരു കുറിപ്പ് തന്നെ സ്ട്രോസർ അവതരിപ്പിക്കുകയാണ്. സകലരെയും കൺവിൻസ് ചെയ്യിക്കാനാണ് സ്ട്രോസറുടെ ശ്രമം. ആ മീറ്റിംഗിൽ മ്യൂണിക്കിൽ നിന്ന് എത്തിയ പ്രതിനിധിയായ ഗോഡ്ഫ്രൈഡ് ഫെഡർ സ്ട്രോസറും അതുപോലെ ഗീബൽസും പറയുന്ന പോയിന്റുകൾ ഒന്നൊന്നായി എഴുതിയെടുക്കുകയാണ്. നാസി പാർട്ടിയുടെ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ആ 25 പരിപാടിയിലാണ്. ആ 25 പരിപാടിയിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും ശരിയാകില്ല എന്ന് ഫെഡർ ആ മീറ്റിംഗിൽ ഉറപ്പിച്ചു പറയുകയാണ്. ഫെഡർ ഹിറ്റ്ലറുടെ വലങ്കൈയാണെന്ന് സ്ട്രോസർക്കും ഗീബൽസിനും ഉൾപ്പെടെ സകല പ്രതിനിധികൾക്കും അറിയാം. ഫെഡർ സ്ട്രോസർ പറയുന്ന പോയിന്റുകൾ എല്ലാം എഴുതിയെടുത്തോടുകൂടി ഒരു ഭയം പതുക്കെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുകയാണ്. ഈ കാലഘട്ടം വരെയും സ്ട്രോസർ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഉണ്ടാക്കിയ യൂണിറ്റുകളിൽ സ്ട്രോസർ വിളയിച്ചെടുക്കുന്ന ബോൾഷെവിക് റഷ്യയുടെ സോഷ്യലിസത്തെ കുറിച്ച് ഹിറ്റ്ലർ ബോധവാനായിരുന്നില്ല എന്നതാണ് സത്യം. പാർട്ടിക്കുള്ളിൽ രണ്ട് ശൈലിയിലുള്ള ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യം ഹിറ്റ്ലർക്ക് അറിയാം. ഹിറ്റ്ലർ പക്ഷേ അതിനകത്തേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫെഡർ ആ മീറ്റിംഗ് വിശേഷങ്ങൾ അപ്പടി ഹിറ്റ്ലർക്ക് റിപ്പോർട്ട് ചെയ്തു. ഹിറ്റ്ലർ തൊട്ട് അടുത്ത ആഴ്ചയിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിക്കുകയാണ്. അടിയന്തര മീറ്റിംഗ്. ജനുവരി 24
സ്ട്രോസറും ഗീബൽസും കൂടി മീറ്റിംഗ് നടത്തി കൃത്യം ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ പുതിയ മീറ്റിംഗ് കൂടുകയാണ്. വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള പ്രതിനിധികളെയും വിളിച്ചിട്ടുണ്ട്. ആ പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഗ്രിഗസ് സ്ട്രോസറും ഗീബൽസും ഒക്കെ ഉണ്ട്. മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ആകെ 60 അംഗങ്ങളാണ്. പക്ഷെ ആ 60 അംഗങ്ങളിൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയുടെ സ്വാധീനത്തിൽ നിന്നുള്ളവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഹിറ്റ്ലർ ആ 60 പേരടങ്ങിയ ടീമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഗീബൽസ് ആദ്യമായിട്ടാണ് ഹിറ്റ്ലറുടെ ഒരു പ്രസംഗം ലൈവായി കൺമുമ്പിൽ കാണുന്നത്. ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫ് പല തവണ ഗീബൽസ് ഇതിനിടയിൽ വായിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്ത ആവേശത്തോടു കൂടിയാണ് ഹിറ്റ്ലർ മീറ്റിംഗിൽ പങ്കെടുക്കാനായി ഗീബൽസും സ്ട്രോസറും എത്തിയിരിക്കുന്നത്. ഹിറ്റ്ലറുടെ ചിന്താഗതിയിൽ അടിസ്ഥാനപരമായി ചില പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകൾ തിരുത്തിക്കുവാൻ അവർക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അവർ ആ മീറ്റിംഗിലേക്ക് എത്തിയിരിക്കുന്നത്. ഹിറ്റ്ലർ റഷ്യൻ സോഷ്യലിസത്തിന് അത്ര അനുകൂലമായിട്ടല്ല പലപ്പോഴും സംസാരിക്കുന്നതെന്ന് അവർക്കറിയാം. ഹിറ്റ്ലറെ റഷ്യൻ സോഷ്യലിസത്തിന് അനുകൂലമായി മാറ്റിയെടുക്കണം, ഇതാണ് അവരുടെ ലക്ഷ്യം. ഹിറ്റ്ലറെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ നിഷ്പ്രയാസം അവർക്ക് കഴിയുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് അവർ ആ ഹാളിനുള്ളിലേക്ക് കടന്നിരുന്നത്. ഹിറ്റ്ലറുടെ പ്രസംഗം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗീബൽസിന് കഥ മനസ്സിലാവുകയാണ്. ഹിറ്റ്ലറെ കുറിച്ച് അതുവരെ ഗീബൽസ് കരുതിയതൊന്നുമല്ല ഹിറ്റ്ലർ പൂർണ്ണമായും ബോൾഷെവിക് സോഷ്യലിസത്തിനെതിരാണ്. ഒരു പ്രോപ്പർട്ടിയും ആരിൽ നിന്നും ബലമായി പിടിച്ചെടുക്കുന്നതിനെ ഹിറ്റ്ലർ അംഗീകരിക്കുന്നതേയില്ല. അത് മുൻ രാജാവിന്റെ ആണെങ്കിലും പ്രജയുടെ ആണെങ്കിലും ഒരു തരത്തിലും പ്രോപ്പർട്ടികൾ പിടിച്ചെടുത്ത് സർക്കാരിന്റെ ഭാഗമാക്കുന്ന ലൈൻ ഹിറ്റ്ലർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പെട്ടെന്ന് തന്നെ ഗീബൽസിന് മനസ്സിലാവുകയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എല്ലാവരുടെയും ഒരുപോലെയാണ്. എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കലാണ് സോഷ്യലിസം. അതാണ് ഹിറ്റ്ലർ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ ആളുകളും ഒരേ ശൈലിയിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ് സോഷ്യലിസമാണ് സോവിയറ്റ് റഷ്യയുടെ അടിസ്ഥാന ചിന്ത. അത് തെറ്റാണ്. ആ ചിന്ത ജർമ്മനിയിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അഡോൾഫ് ഹിറ്റ്ലർ തീർത്ത് പറയുകയാണ്. അതുമാത്രമല്ല, ജർമ്മനിക്ക് ചില സാമ്രാജ്യത്വ മോഹങ്ങൾ ഉണ്ടാകും. അതിരുകൾ വ്യാപിപ്പിക്കേണ്ടി വരും. കിഴക്ക് വശത്തേക്കാണ് അതിരുകൾ വ്യാപിപ്പിക്കേണ്ടത്. കിഴക്ക് വശത്തുള്ള പോളണ്ട്, അത് കഴിഞ്ഞാൽ റഷ്യയാണ്. അവയൊക്കെ കീഴടക്കപ്പെടേണ്ട സ്ഥലങ്ങളാണെന്നാണ് ഹിറ്റ്ലർ ആ മീറ്റിംഗിൽ സൂചിപ്പിക്കുന്നത്. റഷ്യയുമായ ഒരു അലയൻസിനെ കുറിച്ചാണ് ഗ്രിഗസ് സ്ട്രോസറും അതുപോലെ ഗീബൽസും ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ ഇതാ പറയുന്നു, റഷ്യയെ കീഴടക്കേണ്ടതാണ്. റഷ്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബോൾഷെവിക്കുകളുടെ സോഷ്യലിസം പരിപൂർണമായും തെറ്റാണ്. ആ തെറ്റ് അങ്ങനെ നിലനിൽക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് ഹിറ്റ്ലർക്കുള്ളത്. അതിനോടൊപ്പം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി ഹിറ്റ്ലർ പറയുകയാണ്. ഫ്രാൻസ് ജർമ്മനിയുടെ പരമ്പരാഗത ശത്രുവാണ്, ആജന്മ ശത്രുവാണ്. ഫ്രാൻസുമായി ഒരു തരത്തിലുമുള്ള അലയൻസിനെ കുറിച്ച് ജർമ്മനി ആലോചിക്കാനേ പാടില്ല എന്നാണ് ഹിറ്റ്ലർ പ്രഖ്യാപിക്കുന്നത്. ഫ്രാൻസുമായി നല്ല സൗഹൃദം ഉണ്ടാക്കണമെന്നാണ് സ്ട്രോസറും അതുപോലെ ഗീബൽസും വടക്കും പടിഞ്ഞാറുമുള്ള നാസി യൂണിറ്റുകളിലെ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് നേർ വിപരീതമായി ഇതാ നാസി പാർട്ടിയുടെ ചെയർമാൻ അഡോൾഫ് ഹിറ്റ്ലർ സംസാരിക്കുകയാണ്. ഫ്രാൻസ് നമ്മുടെ ശത്രുവാണ്. ജർമ്മനിയുടെ മിത്രം പിന്നെ ആരാണ്? ആ ചോദ്യത്തിന് ഹിറ്റ്ലർ പറഞ്ഞ ഉത്തരം ഗീബൽസിനെയും സ്ട്രോസറെയും മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളേക്ക് വല്ലാതെ അമ്പരപ്പിക്കുകയാണ്. ഹിറ്റ്ലർ പറഞ്ഞു, ജർമ്മനിയുടെ സുഹൃത്തുക്കളാകാൻ പറ്റിയത് ഇറ്റലിയും പിന്നെ ബ്രിട്ടനുമാണ്. അവരാണ് നമുക്ക് പറ്റിയ സുഹൃത്തുക്കൾ. ശത്രുവായി കാണേണ്ടത് ഫ്രാൻസിനെയും റഷ്യയുമാണ്. എന്താണോ ഇതുവരെ സ്ട്രോസറും ഗീബൽസും ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിന് ഘടകവിരുദ്ധമായ അഭിപ്രായമാണ് പാർട്ടി ചെയർമാൻ അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, പാർട്ടി ചെയർമാന്റെ സോഷ്യലിസത്തെ കുറിച്ചുള്ള വിവരണം വളരെ വളരെ വ്യക്തമാണ്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതാകണം സോഷ്യലിസം. അതല്ലാതെ എല്ലാവരെയും ഒരേ തളത്തിൽ കയറ്റിയിരുത്തി വർക്ക് ചെയ്യിപ്പിക്കുന്ന ശൈലിയല്ല സോഷ്യലിസം. ഹിറ്റ്ലർക്ക് വ്യക്തമായ ആശയമാണ് സോഷ്യലിസത്തെ കുറിച്ചുള്ളത്. ആളുകളുടെ സ്വത്ത് പിടിച്ചെടുത്ത് രാഷ്ട്രത്തിന്റെ സ്വത്താക്കി മാറ്റുന്നത് വലിയ കാര്യമൊന്നുമല്ല എന്ന് ഹിറ്റ്ലർ തീർത്തു പറയുകയാണ്. അതല്ല അതിന്റെ ശരി. എല്ലാവർക്കും വളരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലാകണം സർക്കാരിന്റെ നയം. അല്ലാതെ സകലരുടെയും വളർച്ച മുരടിപ്പിക്കുന്നതാകരുത് സർക്കാരിന്റെ നയം. ഹിറ്റ്ലർ വളരെ വ്യക്തമായി ബോൾഷെവിക് റഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ മീറ്റിംഗിൽ സംസാരിക്കുന്നത്. സ്ട്രോസറുടെ ടീമിൽ
സ്ട്രോസർ ഒഴികെയുള്ള ആർക്കും സ്ട്രോസറെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ശൈലിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. സ്ട്രോസറുടെ ഡിഫൻസ് പൊളിഞ്ഞ് ദുർബലമാകുന്നത് അത്ഭുതത്തോടെയാണ് ഗീബൽസ് നോക്കിക്കണ്ടത്. സ്ട്രോസറെ സുഹൃത്തായി കിട്ടിയ നിമിഷം മുതൽ ഗീബൽസ് സ്ട്രോസറെ കണ്ടിരുന്നത് സ്ട്രോസർ വലിയൊരു സംഭവമായിട്ടാണ്. പക്ഷേ ഇവിടെ ഹിറ്റ്ലർക്ക് മുന്നിൽ സ്ട്രോസർ ഒന്നുമല്ല എന്ന് നിമിഷ നേരം കൊണ്ട് ഗീബൽസ് മനസ്സിലാക്കിയാണ്. ഹിറ്റ്ലറുടെ ചിന്തകൾ വളരെ വലുതാണെന്ന് ആ നിമിഷമാണ് ഗീബൽസ് മനസ്സിലാക്കുന്നത്. ഹിറ്റ്ലർ കാണുന്നത് ബിഗ് പിക്ചറാണ്, വലിയ പിക്ചറാണ്. രാഷ്ട്രത്തിന്റെ ഒന്നാകെയുള്ള വളർച്ച, നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒക്കെയാണ് ഹിറ്റ്ലർ പങ്കുവെക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സ്ട്രോസറും ഗീബൽസിനും ചർച്ച ചെയ്തിരുന്നതെന്ന് അപ്പോഴാണ് ഗീബൽസ് തിരിച്ചറിയുന്നത്. സ്ട്രോസറുടെ ഫ്രാക്ഷനെ നാസി പാർട്ടിയിൽ സമൂലം അടിച്ചമർത്താൻ ആ മീറ്റിംഗിലൂടെ ഹിറ്റ്ലർ കഴിയുകയാണ്. പക്ഷെ ഹിറ്റ്ലർ ആത്യന്തികമായി ശരിക്കും മിടുക്കനായ ഒരു സംഘാടകനാണ്. സ്ട്രോസറെയോ ഗീബൽസിനെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെയോ മാനസികമായി തകർക്കാതിരിക്കാൻ ഹിറ്റ്ലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ സ്ട്രോസർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. സ്ട്രോസർ ആശുപത്രിയിൽ അഡ്മിറ്റായി. അതറിഞ്ഞ ഹിറ്റ്ലർ ഓടി ആശുപത്രിയിലെത്തി. ഒരുപാട് നേരം സ്ട്രോസറുടെ അടുത്തുണ്ടായിരുന്നു. സ്ട്രോസറെ ആശ്വസിപ്പിക്കാനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനൊക്കെ ഹിറ്റ്ലർ ഒരുപാട് സമയം കണ്ടെത്തുകയാണ്. സ്ട്രോസറുടെ എല്ലാ ചികിത്സാ ചെലവുകളും ഹിറ്റ്ലർ ഏറ്റെടുക്കുകയാണ്. ശരിക്കും കൂടെ നിൽക്കുന്നവരെ പരിഗണിക്കുന്ന ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന തോന്നൽ നാസി പാർട്ടിയുടെ ആ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ഹിറ്റ്ലർക്ക് അങ്ങനെ കഴിയുകയാണ്. ഗ്രിഗർ സ്ട്രോസറെ ആശ്വസിപ്പിക്കാനും കൂടെ നിർത്താനും ഹിറ്റ്ലർ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ഗീബൽസിനെയും കൂടെ നിർത്താൻ ഹിറ്റ്ലർ ശ്രമിക്കുകയാണ്. ഹിറ്റ്ലറുടെ ക്ഷണം സ്വീകരിച്ച് മ്യൂണിക്കിലേക്ക് ഏപ്രിൽ 7 ഗീബൽസ് എത്തുന്നു. മ്യൂണിക്കിൽ ട്രെയിൻ ഇറങ്ങിയ ഗീബൽസിനെ സ്വീകരിച്ചു കൊണ്ടുപോകാനായി ഒരു വാഹനം എത്തിയിട്ടുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറുടെ സ്വന്തം മെഴ്സിഡസ് കാർ. ആ കാറിൽ മ്യൂണിക്കിൽ നിന്ന് പാർട്ടി ഹെഡ് ഓഫീസിലേക്ക് ഗീബൽസിനെയും കൊണ്ട് ആ കാർ കടന്നു പോകുമ്പോൾ ഗീബൽസ് ഒരു കാഴ്ച കാണുകയാണ്. റോഡിന് ഇരുവശത്തും അനവധി പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ആ പോസ്റ്ററുകളിലൊക്കെ ഗീബൽസിന്റെ ചിത്രമാണുള്ളത്. ഗീബൽസ് നാളെ പൊതു മീറ്റിംഗിൽ സംസാരിക്കുന്നു. ആ വാചകമാണ് സകലിടത്തും തെളിഞ്ഞു കാണുന്നത്. ഗീബൽസിനെ ശരിക്കും പുകഴ്ത്തിക്കൊണ്ടാണ് പോസ്റ്ററുകളും ബാനറുകളൊക്കെ കെട്ടിയിരിക്കുന്നത്. ഗീബൽസ് പോലും അറിയാതെ ഗീബൽസിന് ഹിറ്റ്ലറോട് ഒരു അടുപ്പം തോന്നി തുടങ്ങിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഗീബൽസ് അല്ല ഹിറ്റ്ലർ അടുത്തെത്തുമ്പോൾ. ഇതിനിടയിൽ ഗീബൽസിന് ഹിറ്റ്ലറോടുള്ള ഇഷ്ടം വളരെയധികം കൂടിയിരുന്നു. ഹിറ്റ്ലർ ഗീബൽസിനെ കണ്ടപ്പോൾ ഗീബൽസിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഗീബൽസിനെ കെട്ടിപ്പിടിക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഹിറ്റ്ലറുടെ കണ്ണുകൾ തുളുമ്പി നിൽക്കുന്നത് ഗീബൽസ് ശ്രദ്ധിക്കുകയും ചെയ്തു. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി പ്രസംഗിക്കുന്ന ആളുകൾ പാർട്ടിക്ക് അനിവാര്യമായും ആവശ്യമുള്ളതാണ്. ഹിറ്റ്ലർ കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഇത്ര മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുന്ന വേറൊരാളുണ്ടാവില്ല. അതാണ് ഗീബൽസ്. അതിമനോഹരമായി സംസാരിക്കും. ഗീബൽസിന്റെ ആ സംസാരം, ആ പ്രസംഗം, ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവ് നാളെ നാസി പാർട്ടിയുടെ അടിത്തറ ഒരുക്കുന്നതിന് ഏറ്റവും ഗുണപ്പെടുമെന്ന് ഹിറ്റ്ലർക്ക് അറിയാം. അതുകൊണ്ടാണ് ഗീബൽസിനെ കണ്ടപ്പോൾ അറിയാതെ ആലിംഗനം ചെയ്തു പോയതും കണ്ണുകൾ നിറഞ്ഞത്. 1926 ഏപ്രിൽ 19 അന്നാണ് ഹിറ്റ്ലറുടെ 37ാമത്തെ ജന്മദിനം. ആ ജന്മദിനത്തിൽ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിറ്റ്ലർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രസംഗിച്ചത് ഗീബൽസ് ആണ്. ഗീബൽസിന്റെ പ്രസംഗം കൗതുകപൂർവ്വമാണ് ഹിറ്റ്ലർ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് രാത്രി 12 മണിയുടെ ബെല്ലടിച്ചപ്പോൾ ഹിറ്റ്ലർ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹിറ്റ്ലർക്ക് ജന്മദിന ആശംസകൾ നേർന്ന ഗീബൽസ് മനസ്സുകൊണ്ട് ഹിറ്റ്ലറുടെ കൂടെ ആയിക്കഴിഞ്ഞിരുന്നു. ഹിറ്റ്ലർ ഇല്ലാതെ ഇനി ഒരു ജീവിതമില്ല എന്ന് ഗീബൽസ് തീരുമാനിച്ചിരിക്കുകയാണ്. നാസി പാർട്ടി ബോൾഷെവിക് സോഷ്യലിസത്തിന് എതിരാണ് എന്നതുകൊണ്ട് തന്നെ നാസി പാർട്ടിയുടെ നയങ്ങളോട് ഒരു എതിർപ്പ് ഇടയ്ക്ക് ഗീബൽസിന് തോന്നിയിരുന്നു. ആ എതിർപ്പുകളൊക്കെ ഇപ്പൊ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയാണ്. ഗീബൽസ് സാവധാനം നാസി പാർട്ടിയുടെ ചിന്തകളെ അയാളുടെ ചിന്തകളാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. ആ ചിന്ത, ആ ലയനം പിന്നീട് ജർമ്മനിയിൽ ഉണ്ടാക്കിയ ചേഞ്ച്, മാറ്റങ്ങൾ നമ്മൾ പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഹിറ്റ്ലറുടെ 37ാമത്തെ ജന്മദിനം കഴിഞ്ഞ് മെയ് 22 പാർട്ടി ഇലക്ഷൻ. പാർട്ടി ഇലക്ഷനിൽ വീണ്ടും ഹിറ്റ്ലർ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആ ഇലക്ഷന് വേണ്ടിയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മീറ്റിംഗിൽ പാർട്ടി ഇലക്ഷന്റെ ചുമതല വഹിച്ചിരുന്ന മാക്സ് അംനാൻ അംഗങ്ങളായി ചോദിച്ചു, അഡോൾഫ് ഹിറ്റ്ലർ ഈ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും എതിരാളികളായി മത്സരിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് സകലരും ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. പാർട്ടി ചെയർമാൻ
ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ആ സമയത്തുള്ളൂ, അത് അഡോൾഫ് ഹിറ്റ്ലറാണ്. പാർട്ടി പൂർണ്ണമായും ഹിറ്റ്ലറുടെ പാർട്ടിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ 3-നും 4-നും ജർമ്മനിയിലെ തുരിങ്ങിയ എന്ന സ്റ്റേറ്റിൽ പ്രസംഗിക്കാനുള്ള അവസരം ഹിറ്റ്ലർക്ക് കിട്ടുകയാണ്. ഹിറ്റ്ലറുടെ പ്രസംഗം നിരോധിച്ചിട്ടില്ലാത്ത അപൂർവം ചില സ്റ്റേറ്റുകളിൽ ഒന്നാണ് തുരിങ്ങിയ. തുരിങ്ങിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് വേമർ. വേമർ എല്ലാവർക്കും അറിയുന്ന പട്ടണമാണ്. 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ വേമറിൽ കൂടിയ ആളുകളാണ് അന്നത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചത്. അതുകൊണ്ട് തന്നെ ആ റിപ്പബ്ലിക്കിനെ വേമർ റിപ്പബ്ലിക് എന്ന് വിളിച്ച കാര്യവും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. വേമറിൽ ഹിറ്റ്ലർ പൊതുയോഗത്തിൽ സംസാരിക്കുകയാണ്. 4-ാം തീയതി വൈകുന്നേരം വേമർ ടൗൺ ഹാളിൽ നടന്ന ആ മീറ്റിംഗിൽ ഹിറ്റ്ലർ അയാളുടെ അനുയായികളോട് ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. സകലതും സഹിക്കാനും ത്യജിക്കാനും ഉള്ള ഒരു മനോഭാവം അവർ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അവരിൽ നിന്ന് ഹിറ്റ്ലർ പ്രതീക്ഷിക്കുന്നത് ത്യാഗമാണ്. സകലതും ത്യജിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജർമ്മനിയിൽ നമുക്ക് അധികാരം പിടിക്കാനാവൂ. അതാണ് ഹിറ്റ്ലർ അയാളുടെ അനുയായികളോട് പറഞ്ഞത്. നാസി പാർട്ടിയുടെ ഒരേ ഒരു വോയിസ്, ഒരേ ഒരു അധികാരി അഡോൾഫ് ഹിറ്റ്ലർ ആണെന്ന് ഉറപ്പിച്ച ഒരു സമ്മേളനം കൂടിയാണ് വേമറിൽ നടന്നത്. എന്നാൽ അതേ സമയത്ത് നാസി പാർട്ടി 1923 വിപ്ലവം വരെ വളർന്ന വേഗതയിലല്ല ഇപ്പോൾ വളരുന്നത്. നാസി പാർട്ടിക്ക് വടക്കും പടിഞ്ഞാറുമായി അനവധി പുതിയ യൂണിറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നാസി പാർട്ടിയിൽ അംഗമാകുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. 1926 ജൂലൈ വരെയൊക്കെ ആയപ്പോൾ ജർമ്മനി എമ്പാടുമുള്ള നാസി പാർട്ടി അംഗങ്ങളുടെ എണ്ണം കൂട്ടിയെടുത്താൽ 50,000-ൽ താഴെ വരത്തുള്ളൂ. ജർമ്മനിയിലെ ഏറ്റവും ചെറിയ രാഷ്ട്രീയ കക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് നാസി പാർട്ടിയാണ്. പക്ഷെ നാസി പാർട്ടിയെ പലർക്കും അറിയാം. ബവേറിയൻ സർക്കാരിനെ അട്ടിമറിക്കാനായി ഹിറ്റ്ലർ നടത്തിയ ബിയർ ഹാൾ വിപ്ലവവും സകലർക്കും അറിയാം. പക്ഷേ പാർട്ടിയുടെ അണികൾ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. വളർച്ച വളരെ സാവധാനത്തിലാണ്. പാർട്ടി അണികളുടെ എണ്ണത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ മേലുള്ള സ്വാധീനത്തിലും നാസി പാർട്ടി വളരെ വളരെ താഴെയാണ്. 1923 മുതൽ 27 വരെ പല സ്ഥലങ്ങളിലായി നടന്ന ഇലക്ഷനിൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നാസി പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനം എന്ന് പറയുന്നത് 1%, 1.5%, 1.5% എന്നൊക്കെയാണ്. അതിൽ കൂടുതൽ വോട്ടുകൾ നേടുവാൻ നാസി പാർട്ടിക്ക് കഴിയുന്നതേയില്ല. തികച്ചും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനമാണ് യഥാർത്ഥത്തിൽ നാസി പാർട്ടിക്ക് ലഭിക്കുന്നത്. സകല ഇലക്ഷനുകളിലെയും പരിതാപകരമായ പെർഫോമൻസ് ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: നാസി പാർട്ടിയുടെ ജനപിന്തുണ അടിക്കടി കുറഞ്ഞു വരികയാണ്. നാസി പാർട്ടിയുടെ ജനപിന്തുണ അടിക്കടി കുറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ഇനി നാസി പാർട്ടി ഒരു ത്രെട്ട് അല്ല എന്ന് സകല സർക്കാരുകൾക്ക് മനസ്സിലാവുകയാണ്. അതിന്റെ ഫലമായി ഹിറ്റ്ലർക്ക് പബ്ലിക്കായി സംസാരിക്കാനായി ഏർപ്പെടുത്തിയിരുന്ന വിലക്കുകൾ വിവിധ സർക്കാരുകൾ പിൻവലിക്കുകയാണ്. 1927 മാർച്ച് 5-ന് ബവേറിയൻ സർക്കാർ ഹിറ്റ്ലർക്ക് ബവേറിയയിൽ സംസാരിക്കാനുള്ള അനുവാദം തിരിച്ചു കൊടുത്തു. പബ്ലിക്കായിട്ട് ജനങ്ങളോട് സംവേദിക്കാനുള്ള അവസരം തിരിച്ചു കിട്ടിയ ഹിറ്റ്ലർ അത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. മാർച്ച് 9-ന് സിർക്കസ് ക്രോൺ എന്ന ആ വലിയ ഹാളിൽ ഹിറ്റ്ലറുടെ പ്രസംഗം സംഘടിപ്പിക്കപ്പെടുകയാണ്. ഏകദേശം 7,000-ഓളം ആളുകളാണ് ഹിറ്റ്ലറുടെ മീറ്റിംഗിൽ പങ്കെടുക്കാനായി എത്തിയത്. സമൂഹത്തിലെ അപ്പർ സർക്കിളിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഒരുപാട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. പ്രത്യേകിച്ചും ആ വീടുകളിലെ സുന്ദരിമാരായ സ്ത്രീകൾ രോമ കുപ്പായൊക്കെ ഇട്ട് രാത്രി 9 മണിയോടുകൂടി സകലരും ആ സിർക്കസ് ക്രോൺ എന്ന ഹാളിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. 7,000-ഓളം വരുന്ന ആ ആളുകളുടെ മുന്നിൽ ബാൻഡുകളുടെ അകമ്പടിയോടുകൂടി എസ് സൈന്യത്തിന്റെ മാർച്ച് പാസ്റ്റിന്റെ നടുവിലൂടെ ഹിറ്റ്ലർ ആ സ്റ്റേജിലേക്ക് കടന്നു വന്നു. ശരിക്കും ആളുകളുടെ ഇടയിൽ ആവേശം വിതറുന്ന ശൈലിയിൽ തന്നെയാണ് ഹിറ്റ്ലർ എവിടെയും കടന്നു വരിക. ആ കടന്നുവരവിന് ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ തന്നെ ഹിറ്റ്ലർ കടന്നു വരികയാണ്. 1923 നവംബർ 8-ന് ബിയർ ഹാൾ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഹിറ്റ്ലർ കടന്നു വന്ന അതേ ശൈലിയിൽ അതിനുശേഷം ഹിറ്റ്ലർ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വീണ്ടും നടത്തിയ പ്രസംഗങ്ങളുണ്ടല്ലോ, ആ പ്രസംഗത്തിന് ഹിറ്റ്ലർ വന്ന അതേ ശൈലിയിൽ ഹിറ്റ്ലർ ഇതാ വീണ്ടും സിർക്കസ് ക്രോണിലേക്ക് അവതരിക്കുകയാണ്. ജനക്കൂട്ടത്തിന് ആകെ സപ്പോർട്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് ഹിറ്റ്ലർ അയാളുടെ പ്രസംഗം ആരംഭിച്ചു. ഹിറ്റ്ലറുടെ പ്രസംഗം ഹിറ്റ്ലർ എവിടെയാണോ നേരത്തെ നിർത്തിയിരുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജർമ്മനി ആകെ തകർന്നിരിക്കുകയാണ്. സാമ്പത്തികമായി ആകെ തകർന്നിരിക്കുന്നു. തൊഴിലില്ലായ്മ കുതിച്ചുയരുന്നു തുടങ്ങിയ സ്ഥിരം വാചകങ്ങളാണ് ഹിറ്റ്ലർ അവിടെ അവതരിപ്പിച്ചത്. ഹിറ്റ്ലർ അത് അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ജർമ്മനി ആ 2 അവസ്ഥയും കഴിഞ്ഞ വർഷങ്ങളിൽ തരണം ചെയ്തിരുന്നു. പക്ഷെ ഹിറ്റ്ലർ അത് മറച്ചു വെച്ചുകൊണ്ട്
തൊഴിലില്ലായ്മ കൂടുന്നു എന്ന ശൈലിയിൽ സംസാരിക്കുമ്പോൾ ഹിറ്റ്ലർ പറയുന്ന കണക്കുകളും യാഥാർത്ഥ്യം തമ്മിൽ ബന്ധമില്ലാതാവുകയാണ്. 1 കോടിയോളം ആളുകൾ ജർമ്മനിയിൽ തൊഴിലില്ലാതെ അലയുന്നു എന്ന് ഹിറ്റ്ലർ പറയുമ്പോൾ തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണം 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ മാത്രമാണ്. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കണക്കുകൾ ഹിറ്റ്ലർ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ജർമ്മൻ നാണയത്തിന്റെ മൂല്യം കുറഞ്ഞു വരുന്നു എന്ന് ഹിറ്റ്ലർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നാണയത്തിന്റെ മൂല്യം കൂടിക്കൂടി വരികയാണ്. ഹിറ്റ്ലർ പറയുന്നതൊക്കെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. കാലം മുന്നോട്ട് പോയത് ഹിറ്റ്ലർ അറിഞ്ഞില്ല എന്ന് സദസ്സിന് ബോധ്യമാവുകയാണ്. അതിന്റെ ഫലം അടുത്ത മീറ്റിംഗിൽ നമ്മൾ കാണുകയാണ്. 7000 ആളുകളെ ഉൾക്കൊള്ളുന്ന ആ ഹാളിൽ അടുത്ത മീറ്റിംഗിന് ഉണ്ടായിരുന്നത് 3000 ആളുകളാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ മീറ്റിംഗ് ആയപ്പോൾ ആളുകളുടെ എണ്ണം 1500 ചുരുങ്ങുന്നു. ഓരോ മീറ്റിംഗിലും ഹിറ്റ്ലറെ കേൾക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായി ജർമ്മനിയിൽ എമ്പാടും ഉണ്ടായിട്ടുള്ള ഒരു നവോത്ഥാനമുണ്ട്. വേമർ കൾച്ചർ എന്ന് വിളിക്കപ്പെടുന്ന ആ നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായിട്ട് ധാരാളം സിനിമാശാലകൾ ഉണ്ടായിട്ടുണ്ട്, നാടകശാലകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെയും ജർമ്മൻ സംസ്കാരത്തിനെ മലിനപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നൊക്കെയാണ് ഹിറ്റ്ലർ വെച്ച് കാച്ചുന്നത്. ആളുകൾക്ക് അതിനോട് അങ്ങ് യോജിക്കാൻ പറ്റാതാവുകയാണ്. ആളുകളും ഹിറ്റ്ലറും തമ്മിലുള്ള അകലം കൂടിക്കൂടി വരികയാണ്. സമൂഹത്തിൽ നിന്ന് ഹിറ്റ്ലർ ഒറ്റപ്പെടുകയാണ്. മീറ്റിങ്ങുകൾക്ക് ആളുകൾ കുറയുന്നതിന്റെ കാരണത്തെക്കുറിച്ച് കൃത്യമായി ഒരു പഠനം നടത്താതെ ഹിറ്റ്ലർ വീണ്ടും മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിങ്ങിൽ ആളുകൾ കുറഞ്ഞു വരുമ്പോഴും ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളുടെ വീര്യം കൂട്ടിക്കൂട്ടി വരികയാണ്. സകല പത്രങ്ങളും മാഗസിനുകളും അടക്കി ഭരിക്കുന്ന ജൂതന്മാരാണ്. അവരുടെ ചിന്തകളാണ് പത്രങ്ങളിലൂടെയും മാഗസിനുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നായി ഹിറ്റ്ലർ അഭിപ്രായം. തെറ്റായ ശൈലിയിൽ ജർമ്മൻ സംസ്കാരത്തെ പിടിച്ചെടുക്കാൻ ജൂതന്മാർ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ ജൂതന്മാർ ശ്രമിക്കുകയാണ്. ആ രീതിയിലാണ് ജൂതന്മാരെ കുറിച്ച് ഇപ്പോൾ ഹിറ്റ്ലർ പറയുന്നത്. ഷെയർ മാർക്കറ്റുകളും ബാങ്കുകളും വഴി ജർമ്മനിയുടെ സാമ്പത്തിക മേഖല മുഴുവൻ ജൂതന്മാർ അടക്കി ഭരിക്കുകയാണെന്ന് ഒരു ഭാഗത്തും, പത്ര മുതലാളിമാരുടെ രൂപത്തിൽ ജൂതന്മാർ ജർമ്മനിയിൽ എമ്പാടുമുള്ള പത്രങ്ങളെയും മാഗസിനുകളെയും ബലമായി സ്വാധീനിക്കുകയാണ്. അവരുടെ ആശയം മാത്രമാണ് ആളുകളിലേക്ക് കുത്തിവെക്കുന്നതെന്നും ഹിറ്റ്ലർ പറയുകയാണ്. ജൂതവിരോധം മാത്രമാണ് ഹിറ്റ്ലറുടെ പ്രസംഗത്തിന്റെ കാതൽ. ആളുകളുമായി സംവേദിക്കാനുള്ള ഹിറ്റ്ലറുടെ പഴയ കഴിവ് പതുക്കെ കൈമോശം വന്നുവെന്ന് പലർക്കും തോന്നി തുടങ്ങിയാണ്. ഗീബൽസും മറ്റു പലരും പ്രാസംഗികരുണ്ടെങ്കിലും ഹിറ്റ്ലറെ പോലെ ജൂതന്മാരെ കർക്കശമായി ആക്രമിക്കുവാൻ അവരാരും ശ്രമിക്കാറില്ല. ഹിറ്റ്ലറാണ് ജൂതന്മാർക്കെതിരെയുള്ള ആക്രമണത്തിന്റെ കുന്തമുന എന്ന് പറയുന്നത്. ജൂതന്മാരെ നിർത്തി കത്തിക്കുകയാണ്. ചില സമയത്ത് ആ വിരോധം ജൂതനിൽ നിന്ന് ബോൾഷെവിക് റഷ്യയുടെ സോഷ്യലിസത്തിലേക്കും മാർക്സിസത്തിലേക്കും ഒക്കെ തിരിയും. കമ്മ്യൂണിസം തെറ്റാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്ത പോലും ആരും വെച്ചു പുലർത്താൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് ചിന്ത ജർമ്മനിയിൽ ഉടലെടുത്താൽ ജർമ്മനിയുടെ നാശമാണ് അതുവഴി ഉണ്ടാവുക എന്നൊക്കെയാണ് ഹിറ്റ്ലർ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗവും പതുക്കെ വർക്കിംഗ് ക്ലാസിനെ നാസി പാർട്ടിയിൽ നിന്ന് അകറ്റി തുടങ്ങിയാണ്. പതുക്കെ നാസി പാർട്ടിയിൽ നിന്ന് കർഷകരും വർക്കേഴ്സും മറ്റ് പ്രവർത്തകരും ഒക്കെ പിരിയുകയാണ്. നാസി പാർട്ടി ഒരു ചെറിയ രാഷ്ട്രീയ കക്ഷി മാത്രമായി ജർമ്മനിയിൽ അധപ്പതിക്കാനുള്ള സകല സാധ്യതകളിലേക്കുമാണ് ഹിറ്റ്ലറുടെ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നാസി പാർട്ടി പതുക്കെ ജർമ്മനിയിൽ വിസ്മരിക്കപ്പെടുന്ന ഒരു പാർട്ടിയായി മാറുകയാണ്. സകല മേഖലയിലും തോൽവി മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ജൂതന്മാർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരായി പ്രസംഗിക്കുന്ന അതേ സമയത്ത് തന്നെ ക്രിസ്തുമതത്തിലെ വിഭാഗീയ ചിന്തയുടെ ഭാഗമാകാതിരിക്കാൻ നാസി പാർട്ടി പ്രവർത്തകർ ശ്രമിക്കണമെന്ന് ഹിറ്റ്ലർ പാർട്ടി അംഗങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കത്തോലിക്കർക്ക് അനുകൂലമായി സംസാരിക്കരുത്, അതുപോലെ പ്രൊട്ടസ്റ്റന്റുകൾക്ക് അനുകൂലമായി സംസാരിക്കരുത്. അവർ രണ്ടുപേരെയും വിമർശിക്കുകയും ചെയ്ത് മതവിശ്വാസത്തെ പാർട്ടിയുമായി കൂട്ടിക്കുഴയ്ക്കാതിരിക്കാൻ ഹിറ്റ്ലർ ബോധപൂർവം ശ്രമിക്കുകയാണ്. സെയിം ടൈമിൽ തന്നെ ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകളെയും ആക്രമിക്കാനും ഹിറ്റ്ലർ മടിക്കുന്നില്ല. ഹിറ്റ്ലറെ കേൾക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുവെങ്കിലും ഹിറ്റ്ലർ പ്രസംഗത്തിലോ ശൈലിയിലോ ഒരു മാറ്റവും ഹിറ്റ്ലർ വരുത്തുന്നില്ല. ഹിറ്റ്ലർ അപ്പോഴും പ്രവചിക്കുകയാണ്, ജർമ്മനി സാമ്പത്തികമായി തകരാൻ പോവുകയാണ്. ജർമ്മനിയുടെ നയങ്ങൾ ശരിയല്ല, ഇത് നമ്മളെ തകർക്കുക തന്നെ ചെയ്യും.
ജർമ്മനി ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹിറ്റ്ലർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഒരു കാര്യം ആ പാർട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. ബിയർ ഹാൾ വിപ്ലവം നടക്കുന്നവരെയുള്ള കാലഘട്ടത്തിൽ ഹിറ്റ്ലറെ ശരിക്കും ആരാധിക്കുന്ന പലരും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 1926നും 1928നും ആ ആരാധന പാർട്ടിയുടെ സ്ഥായിയായ സ്വഭാവമായി മാറുകയാണ്. ഹിറ്റ്ലറാണ് പാർട്ടി, ഹിറ്റ്ലറുടെ ചിന്തയാണ് പാർട്ടിയുടെ ചിന്ത, ഹിറ്റ്ലർ പറയുന്നതാണ് പാർട്ടിയിലെ നിയമം. ആ ശൈലിയിലേക്ക് പാർട്ടി മാറുകയാണ്. ഹിറ്റ്ലറും നാസി പാർട്ടിയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാകുന്ന സവിശേഷമായ ഒരു കാര്യമാണ് 26നും 28നും ഇടയിൽ സംഭവിക്കുന്നത്. പാർട്ടി പൂർണ്ണമായി ഹിറ്റ്ലറായി മാറിയിരിക്കുന്നു എന്ന് പാർട്ടി അംഗങ്ങൾ തന്നെ സ്വയം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാർട്ടിയിൽ ഇപ്പോൾ ഉള്ള മുഴുവൻ ആളുകൾക്കും ഹിറ്റ്ലറോട് വ്യക്തിപരമായ ആരാധനയുള്ളവരാണ്. ഹിറ്റ്ലർ അവരുടെ കൺകണ്ട ദൈവമാണ്. അണികൾ കുറവാണെങ്കിലും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ, ഒരൊറ്റ ലീഡറേ ഉള്ളൂ, അത് അഡോൾഫ് ഹിറ്റ്ലറാണ്. നാസി പാർട്ടിയുടെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്ന മുഴുവൻ ആളുകളും ബോധപൂർവം ഹിറ്റ്ലറുടെ കൾട്ട് സമൂഹത്തിലെമ്പാടും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഹിറ്റ്ലർ 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 അങ്ങനെയാണ്, ഹിറ്റ്ലർ ഇങ്ങനെയാണ്, ഹിറ്റ്ലർ അതാണ്, ഹിറ്റ്ലർ ഇതാണ് എന്നുള്ള ശൈലിയിൽ ഒരു ചിന്തയും ചർച്ചയും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവം നാസി പാർട്ടിയിലെ പ്രചരണ വിഭാഗത്തിന് ചുമതല വഹിക്കുന്ന ആളുകൾ ശ്രമിക്കുകയാണ്. നാസി പാർട്ടിയുടെ ഹിറ്റ്ലർ എന്ന വികാരം പതുക്കെ പതുക്കെ ജർമ്മനിയുടെ വികാരമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിലേക്ക് നാസി പാർട്ടിയുടെ പ്രചാരണ വിഭാഗത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗീബൽസ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമം തുടങ്ങുകയാണ്. നാസി പാർട്ടി വിവിധ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു പോകാതിരിക്കാനുള്ള പ്രധാന കാരണം ഹിറ്റ്ലർ എന്ന വികാരമാണ്. ആ വികാരം നാസി പാർട്ടിയിലെ മുഴുവൻ അംഗങ്ങളുടെ മനസ്സിലുമുണ്ട്. ഹിറ്റ്ലറാണ് നാളത്തെ ജർമ്മനിയുടെ ഭരണാധികാരിയാകാൻ പോവുക എന്ന് സകല നാസി പാർട്ടി പ്രവർത്തകർക്ക് 100% ഉറപ്പാണ്. സൂര്യൻ കിഴക്കുദിക്കുമെന്ന് പറയുന്നത് പോലെ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് നാളെ ജർമ്മനി ഭരിക്കാൻ പോകുന്നത് ഹിറ്റ്ലർ തന്നെയാണ്. നാസി പാർട്ടി അധികാരത്തിൽ വരും. അക്കാര്യത്തിൽ നാസി പാർട്ടിയിലെ ഒരു അംഗങ്ങൾക്കും അവിശ്വാസമില്ല. അവർക്ക് ഇതുവരെയുമുള്ള പൊതു ഇലക്ഷനുകളിൽ മാക്സിമം ലഭിച്ചിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 3.5%. അത് ഒരു പർട്ടിക്കുലർ ഇലക്ഷനിലാണ്. അപ്പോൾ പോലും അവരുടെ വിശ്വാസം നാളെ 50%-ലധികം വോട്ട് വാങ്ങി അവർ ആ സ്റ്റേറ്റിന്റെ അധികാരവും പിടിക്കുമെന്ന് നാസി പാർട്ടി പ്രവർത്തകർക്ക് 100% ഉറപ്പാണ്. ജർമ്മനി അവർ ഭരിക്കും. അവരുടെ നേതാവ് ഹിറ്റ്ലർ ജർമ്മനിയുടെ നേതാവാകും. ആ വിശ്വാസം പാർട്ടി അംഗങ്ങൾ മുഴുവൻ ഉറയ്ക്കുന്നതോടുകൂടി ആ വിശ്വാസം പതുക്കെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനായി നാസി പാർട്ടിയുടെ ശ്രമം. ആ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി 1927 ഓഗസ്റ്റ് 21 ന്യൂറംബർഗിൽ നാസി പാർട്ടിയുടെ പൊതുയോഗത്തിന്റെ ഭാഗമായി ഒരു പ്രകടനം നടക്കുകയാണ്. ഏകദേശം 20,000-ഓളം നാസി പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത ആ പ്രകടനം ഹിറ്റ്ലർ എന്ന ഒരു കൾട്ട് എന്താണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പര്യാപ്തമായ ശൈലിയിൽ അതീവ മനോഹരമായി പ്ലാൻ ചെയ്ത ഒന്നാണ്. സകല സ്ഥലത്ത് ഹിറ്റ്ലറുടെ പടങ്ങൾ, സകല മേഖലയിലെ ബാനറുകളിലും ഹിറ്റ്ലർ പറയുന്ന വാചകങ്ങൾ, ഹിറ്റ്ലർ ഹിറ്റ്ലർ ഹിറ്റ്ലർ. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഹിറ്റ്ലർ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വൻ സമ്മേളനമാണ് ന്യൂറംബർഗിൽ 1927 ഓഗസ്റ്റ് 21 നമ്മൾ കാണുന്നത്. ന്യൂറംബർഗിലെ സാധാരണ ജനങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത് ഹിറ്റ്ലർ ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ. ആ ചിന്ത, ആ പേര്, അത് മാത്രമാണ് ന്യൂറംബർഗിൽ ആ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഏക പദം. ആ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രധാന ടൗണിലൂടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. നാസി പാർട്ടിയുടെ ആയോധന വിഭാഗമായ SA-യുടെ ബ്രൗൺ നിറത്തിലുള്ള ഒരു ഷർട്ടാണ് ഹിറ്റ്ലർ ധരിച്ചിരുന്നത്. ആ ബ്രൗൺ നിറത്തിലുള്ള ഷർട്ട് ധരിച്ച ഹിറ്റ്ലർ തുറന്ന വാഹനത്തിൽ ന്യൂറംബർഗിലെ പ്രധാന ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇരുപുറത്തുമായി 10,000-കണക്കിന് ആളുകളാണ് ആ കാഴ്ച കാണാനായി എത്തിയത്. സകലർക്ക് നേരെ ഹിറ്റ്ലർ കൈ കാണിച്ചു പോകുമ്പോൾ ആളുകളും അതേ ശൈലി തന്നെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്. ഹിറ്റ്ലറുടെ രാഷ്ട്രീയ പാർട്ടി ജർമ്മനിയിൽ തുലവും ചെറിയ രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും 10,000-കണക്കിന് ആളുകൾ ന്യൂറംബർഗിൽ ഹിറ്റ്ലറെ കാണാനായി എത്തി എന്നുള്ളത് ഹിറ്റ്ലർ തരംഗം എത്രത്തോളം ജനത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ന്യൂറംബർഗിലെ പോലുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാസി പാർട്ടി ഒരു കാര്യം കൂടി ചെയ്തു. കോളേജുകളിലുള്ള യുവത്വത്തെ സ്വാധീനിക്കാനായി നാസി പാർട്ടിയുടെ സ്റ്റുഡൻസ് വിങ് ആരംഭിക്കുകയാണ്. സ്ത്രീകളെ സ്വാധീനിക്കാനായി വിമൻസ് വിങ് ആരംഭിക്കുന്നു.
ഫൈറ്റേഴ്സിനെ സ്വാധീനിക്കാനായി ഫൈറ്റേഴ്സ് ക്ലബ്ബ് സ്വാധീനിക്കുന്നു. വ്യത്യസ്ത മേഖലകളിൽ അതാത് മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലബ്ബുകൾ അതൊക്കെ പോഷക സംഘടനകളാവുകയാണ്. ഓരോ പോഷക സംഘടനയുടെയും നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവമാണ് നേതാക്കളെ നാസി പാർട്ടി തിരഞ്ഞെടുക്കുന്നത്. പതുക്കെ പതുക്കെ നാസി പാർട്ടി അവരുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് സാവധാനം കടക്കുകയാണ്. സോഷ്യലിസ്റ്റ് ലീഗ് ഓഫ് ടീച്ചേഴ്സ്, സോഷ്യലിസ്റ്റ് ലീഗ് ഓഫ് സ്റ്റുഡൻസ്, ലീഗ് ഓഫ് ജർമ്മൻ ഗേൾസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തതയുള്ള ധാരാളം ഓർഗനൈസേഷൻസ് തലങ്ങും വിലങ്ങും ആരംഭിക്കുകയാണ്. സകല ആളുകൾക്കും നാസി പാർട്ടിയുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളാണ് നാസി പാർട്ടി അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. പോഷക സംഘടനകൾ ഒരു രാഷ്ട്രീയ കക്ഷിയെ എങ്ങനെയാണ് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിന് ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണാൻ പോകുന്നത്. പോഷക സംഘടനകൾ അത് വളരെ വളരെ സർവപ്രധാനമായ ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അതാണ് നാസി പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പതുക്കെ പതുക്കെ നാസി പാർട്ടി സകല മേഖലയിലും വേരുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. 1928 മെയ് മാസത്തിൽ ഒരു പൊതു ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് നാസി പാർട്ടിയുടെ ലക്ഷ്യം. 15 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമെന്നാണ് ഹിറ്റ്ലർ വിശ്വസിക്കുന്നത്. ഹിറ്റ്ലർ ആ വിശ്വാസം വാഗ്നറുമായും പങ്കുവയ്ക്കുന്നുണ്ട്. നാസി പാർട്ടിക്ക് വേണ്ടി ഹിറ്റ്ലറും ഗീബൽസ് ഉൾപ്പെടെ സകലരും തലങ്ങും വിലങ്ങും പ്രസംഗിക്കുകയാണ്. ഒരുപാട് സ്റ്റേജുകളിൽ നാസി പാർട്ടിക്ക് വേണ്ടി ഹിറ്റ്ലർ പ്രസംഗിക്കുകയുണ്ടായി. വലിയ പ്രതീക്ഷയാണ് ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നാസി പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ഒരു റിസൾട്ടാണ് ആ ഇലക്ഷൻ സംഭാവന ചെയ്യുന്നത്. നാസി പാർട്ടിക്ക് ആ ഇലക്ഷനിൽ ലഭിച്ച വോട്ട് ശതമാനം എന്ന് പറയുന്നത് 2.6%. 2.6. 1924 14 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് നാസി പാർട്ടി. ആ സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ 12ആയി കുറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 12 പേരുടെ കൂട്ടത്തിൽ ഗീബൽസും ഗ്രിഗസ്ട്രോസറും ഒക്കെ ഉണ്ട്. സകലർക്കും ഒരു നിരാശയാണ്. സകലരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ ചിന്ത വെച്ചു പുലർത്തുന്ന ആളുകളാണ്. ഇടതുപക്ഷ പാർട്ടിയായ SPD അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന 26% നിന്ന് 29.6% വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് ഇടതു സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ വോട്ട് ശതമാനവും. ഹിറ്റ്ലറും നാസി പാർട്ടിയും പൂർണ്ണമായും വലതുഭാഗത്ത് നിൽക്കുമ്പോൾ ജനം പൂർണ്ണമായും ഇടതുഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉത്തരമാണ് 1928 മെയ് 20 നടന്ന ഇലക്ഷന്റെ റിസൾട്ട് നാസി പാർട്ടിയോട് പറയാന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലത്തെ നാസി പാർട്ടി ശക്തമായി വിലയിരുത്തുകയാണ്. ഏത് മേഖലയിലാണ് അവർക്ക് വോട്ട് കുറഞ്ഞത്, ഏത് മേഖലയിലാണ് വോട്ട് കിട്ടുന്നത്, വ്യക്തമായ ആ ഉത്തരം അവരുടെ മുന്നിലുണ്ട്. നഗരങ്ങളിൽ നാസി പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടെന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. 1%, 1.25% ഒക്കെയാണ് പരമാവധി ലഭിക്കുന്നത്. ഗ്രാമങ്ങളിലാണ് നാസി പാർട്ടിയുടെ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഒരു തിരിച്ചറിവാണ് നാസി പാർട്ടിക്ക് ആ റിസൾട്ട് നൽകുന്നത്. ഇവിടെ നിന്ന് നാസി പാർട്ടിയുടെ ആകെ കഥ മാറി മറിയുകയാണ്. ആ കഥയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഹിറ്റ്ലർ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജർമ്മനിയുടെ അധികാരത്തിലേക്ക് വരുന്ന രസകരമായ വിവരങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഉള്ളത്. മിസ്സാകാതെ കാണുക. ഇതുവരെ ഹിറ്റ്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് VS ചന്ദ്രമോഹൻ. താങ്ക് യു.